ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കുറച്ച് ടോപ്പ് എടുക്കാനായിട്ടാണ്. ടോപ്പ് എടുക്കാൻ പോകുന്നത് ഈസി ബൈയിലാണ്. എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതുകൊണ്ടായിരിക്കുന്ന ആളെ കണ്ടോ, പുള്ളിക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഏകദേശം 1.5 വർഷം മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു, എൻ്റെ ചേച്ചി എബ്രോഡ് പോകുന്നത്. അന്ന് പോയിട്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് ഈ മാസം 23-ാം തീയതി ആയിരുന്നു. വരുന്നൊന്നും അറിയത്തില്ലായിരുന്നു, സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. വന്നു നിന്നു പോയി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകും. അതിന് മുന്നിട്ട് കുറച്ച് സാധനം വാങ്ങിക്കണം. അതിന് ഞാൻ ഈസി ബൈയാണ് പറഞ്ഞത്, തിരുവല്ലയിലുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തിരുവല്ലയാണ്. ഇവിടെ ഈസി ബൈയിൽ ഇവിടത്തേലും ഞാൻ വന്നിട്ടില്ല, കോട്ടയത്ത് ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല ഡീസൻറ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ടീഷർട്ടൊക്കെ 169 ടീഷർട്ടും, അതുപോലെ ജീൻസൊക്കെ 599 ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചേച്ചി കൂടുതലും വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ലൂസ് ബോട്ടംസും ജോഗേഴ്സും ഒക്കെയായിരുന്നു. പിന്നെ നൈറ്റ് വെയർ നമ്മൾ ഷോർട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് എടുത്തായിരുന്നു. പിന്നെ പൈജാമ സെറ്റ്, അതും നല്ല കളക്ഷൻസ് അവിടെ. എനിക്ക് നൈറ്റ് വെയറിന് കുറച്ചുകൂടെ കളക്ഷൻ എനിക്ക് തോന്നി അവിടെ. പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോപ്പ് ട്രയൽ തന്നെ എടുത്തു. പക്ഷേ 2-3 ടോപ്പ് എടുത്തു. ആ കൂട്ടത്തിൽ ഇട്ട് നോക്കിയപ്പം കുറച്ചുകൂടെ ഭംഗി തോന്നിയത് ഇതിൻ്റെ ഒരു ഗ്രീനായിരുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്നതിൻ്റെ ഗ്രീനായിരുന്നു. അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ കൂട്ടത്തിലുണ്ടെന്ന് തോന്നുന്നു ആ ഗ്രീൻ. ഉണ്ട്. ഫോട്ടോ എടുക്കുകയെന്ന് വിചാരിച്ചാണ് അവൻ അവിടെ കൈ കെട്ടി പ്രതിമയെ പോലെ നിൽക്കുന്നത്. പക്ഷേ വീഡിയോ ആയിരുന്നു അവൻ അറിയത്തില്ലായിരുന്നു. എൻ്റെ ബ്രദറാണ് അവൻ. പിന്നെ ഞങ്ങൾ 2nd ഫ്ലോറിൽ പോയി കേട്ടോ. അവിടെ എത്നിക് വെയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു എത്നിക് വെയേഴ്സിന്. എനിക്ക് തോന്നുന്നത് എത്നിക് വെയേഴ്സിന് സുഡിയോകാട്ടിലും കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഒരു കുർത്തി, ഒരു ക്ലാസിക് ലുക്കായിരുന്നു കുർത്തി, പക്ഷേ ഞാൻ എടുത്തില്ല. പിന്നെ ഓഫീസ് വെയർ, ഡെയിലി വെയർ കുർത്തീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പുറത്തെ ടേബിളും ഉണ്ടായിരുന്നു കേട്ടോ. അത് പക്ഷേ എനിക്ക് ടൈമില്ലെന്ന് കവർ ചെയ്യാനായിട്ടെല്ലാം കൂടെ. പിന്നെ ഇതുപോലെ സ്ലിംഗ് ബാഗ്, ബാക്ക് പാക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒട്ടും കളക്ഷൻ എനിക്ക് തോന്നുന്നത് ഫുഡ് വെയർസിലാണ്. ചിലപ്പം തീർന്നു പോയിട്ടാവും, ചില റാക്കിലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സുഡിയോയിൽ കാണുന്ന പോലത്തെ അത്രയും കളക്ഷൻസ് ഫുഡ് വെയർസിലൊന്നും ഇല്ലായിരുന്നു. എന്നാലും ബാക്കി സംഭവങ്ങളൊക്കെ ഈ കുർത്താസ് ആണെങ്കിലും അതുപോലെ ടോപ്പൊക്കെയാണല്ലോ അത്യാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബ്.